നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇസ്രയേൽ ഇറാൻ സംഘർഷം പശ്ചിമേഷ്യയെ കൊടുമ്പിരി കൊണ്ടിരിക്കെ ടെൽ അവീവ് നഗരത്തിന് മുകളിൽ പ്രത്യക്ഷപ്പെട്ട ആയിരക്കണക്കിന് കാക്കകളുടെ ദൃശ്യങ്ങൾ ആഗോളതലത്തിൽ വലിയ ചർച്ചകൾക്കും ഭീതി വഴി തുറന്നിരിക്കുകയാണ്. നഗരത്തിലെ പ്രശസ്തമായ അഷ്രിയേലി ടവറുകൾക്ക് മുകളിൽ ആകാശത്തെ കറുപ്പണിയിച്ച കാക്കക്കൂട്ടം പറക്കുന്ന ദൃശ്യം മഹാവിപത്തിന്റെ സൂചന, ഹാർബറിംഗർ ഓഫ് ഡൂം ആണെന്നാണ് പലരും വാദിക്കുന്നത്. നിലവിലെ യുദ്ധ സാഹചര്യത്തിന്റെ ഈ പക്ഷിക്കൂട്ടത്തിന്റെ സാന്നിധ്യം വരാനിരിക്കുന്ന വലിയൊരു ദുരിതത്തിന്റെ മുന്നോടിയാണ് എന്ന് വലിയൊരു വിഭാഗം ജനങ്ങൾ ആശങ്കപ്പെടുന്നുണ്ട്. പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യവുമായി ബന്ധപ്പെടുത്തി ഭയാനകമായ പ്രവചനങ്ങളാണ് എക്സ് പോലെയുള്ള പ്ലാറ്റ്ഫോമുകളിൽ ഇപ്പോൾ പ്രചരിക്കുന്നത്. പൗരാണിക വിശ്വാസികളെയും ചരിത്രപരമായ സൂചനകളെയും കൂട്ടുപിടിച്ചാണ് സമൂഹ മാധ്യമങ്ങളിൽ ഇത്തരം വാദങ്ങൾ കൊഴുക്കുന്നത്. പുരാതന റോമിൽ ആകാശത്തെ പക്ഷികളുടെ പറക്കലും അവയുടെ കരച്ചിലും നിരീക്ഷിച്ച ഭാവി പ്രവചിച്ചിരുന്ന ഒഗേഴ്സ് എന്ന പുരോഹിതന്മാർ ഇത്തരം കൂട്ടം ചേരലുകളെ ദൈവങ്ങളുടെ സന്ദേശമായി കണ്ടിരുന്നു. പ്രധാനപ്പെട്ട രാഷ്ട്രീയ തീരുമാനങ്ങളും യുദ്ധങ്ങളും മാറ്റിവെക്കാൻ പോലും ഇത്തരം പക്ഷിക്കൂട്ടങ്ങളുടെ സാന്നിധ്യം അക്കാലത്ത് കാരണമായിരുന്നു. ലണ്ടൻ ടവറിലെ കാക്കകൾ അവിടെ നിന്ന് മാറിയാൽ ബ്രിട്ടീഷ് സാമ്രാജ്യം തകരുമെന്ന ഐതിഹ്യവും ഇതേ ഗണത്തിൽപ്പെടുന്ന ഒന്നാണ്. ബൈബിളിലെ വെളിപാട് പുസ്തകത്തിലെ 19-ാം അധ്യായത്തിൽ പറയുന്ന ദൈവത്തിന്റെ വലിയ അത്താഴത്തിനായി ആകാശ പറവകൾ ഒത്തുകൂടുന്ന വരികളും ഈ സംഭവവുമായി ബന്ധപ്പെടുത്തി ചിലർ വ്യാഖ്യാനിക്കുന്നുണ്ട്. എന്നാൽ ഈ ദൃശ്യങ്ങളിൽ അമാനുഷികമായി ഒന്നുമില്ലെന്നാണ് പക്ഷികളെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രജ്ഞർ പറയുന്നത്. ആകാശത്തെ ഈ കറുത്ത മേഘങ്ങൾ വെറും സ്വാഭാവികമായ ഒരു പ്രകൃതി പ്രതിഭാസം മാത്രമാണെന്നാണ് ശാസ്ത്രലോകത്തിന്റെ പക്ഷം. ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ പക്ഷി ദേശാടന പാതകളിൽ ഒന്നാണ് ഇസ്രയേലിന് മുകളിലുള്ളത്. ഓരോ വർഷവും വസന്തകാലത്ത് ഏകദേശം 50 കോടി പക്ഷികൾ ഈ പ്രദേശം കടന്നു പോകാറുണ്ട്. മാർച്ചിലെ ഈ വലിയ തോതിലുള്ള പക്ഷികളുടെ നീക്കം വസന്തകാലത്തെ പതിവ് ദേശാടനത്തിന്റെ ഭാഗമാണെന്നും നഗരപ്രദേശങ്ങളിലെ ശബ്ദ വ്യതിയാനങ്ങളോ കാലാവസ്ഥ മാറ്റങ്ങളോ ഇത്തരം വലിയ കൂട്ടം ചേരലുകൾക്ക് കാരണമാകുമെന്നും പക്ഷി നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നു. തദ്ദേശീയരായ ഹുഡഡ് കാക്കകൾ ഈ സമയത്ത് കൂട്ടം കൂടുന്നതിനായി നഗരപ്രദേശങ്ങളിൽ വലിയ സംഘങ്ങളായി എത്താറുണ്ട്. ശാസ്ത്രീയമായ വിശദീകരണങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും ടെൽ അവീവിലെ ആകാശം കറുത്ത ഇരുട്ടുപോലെ കാക്കകൾ മൂടിയ ദൃശ്യങ്ങൾ സൃഷ്ടിച്ച ആഘാതം ചെറുതല്ല. യുദ്ധവും അനിശ്ചിതത്വവും നിലനിൽക്കുന്ന ഒരു രാജ്യത്ത് പ്രകൃതിയിലുണ്ടാകുന്ന ഇത്തരം അസാധാരണ മാറ്റങ്ങളെ ഭീതിയോടെ അല്ലാതെ കാണാൻ ജനങ്ങൾക്ക് സാധിക്കുന്നില്ല. രാഷ്ട്രീയമായ സംഘർഷങ്ങൾക്കൊപ്പം തന്നെ പ്രകൃതിയിലെ ഇത്തരം മാറ്റങ്ങളും ചേരുമ്പോൾ അത് സാധാരണക്കാരുടെ മനസ്സിൽ വലിയ തോതിലുള്ള വിഭ്രാന്തിയും ആശങ്കയുമാണ് പടർത്തുന്നത്. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ നിഴലിൽ നിൽക്കുന്ന ലോകത്തിന് മുന്നിൽ ഈ പക്ഷിക്കൂട്ടം ഒരു നിഗൂഢ ചിഹ്നമായി അവശേഷിക്കുകയാണ്. അതേസമയം പശ്ചിമേഷ്യയിൽ യുദ്ധം 4-ാം വാരത്തിലേക്ക് കടക്കുമ്പോൾ മേഖലയിൽ മരണസംഖ്യ കുതിച്ചുയരുന്നു. ഇതിനോടകം 2000-ത്തിലധികം പേർ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ടുകൾ. ഇറാനിനുള്ളിൽ ഇസ്രയേലും അമേരിക്കയും നടത്തിയ ആക്രമണങ്ങളിൽ മാത്രം 1200ഓളം പേർ മരിച്ചതായി ഇറാന് റെഡ് ക്രസന്റ് സൊസൈറ്റി അറിയിച്ചു. ലബനനിൽ 1000ഓളം പേരും ഇസ്രയേലിൽ 17 പേരും കൊല്ലപ്പെട്ടു. യുദ്ധത്തിൽ 13 അമേരിക്കൻ സൈനികർക്ക് ജീവൻ നഷ്ടമായതും സ്ഥിതിഗതികൾ സങ്കീർണമാക്കുന്നു. സംഘർഷം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ 82-ാം എയർബോൺ ഡിവിഷനിൽ നിന്നുള്ള 1000-ത്തിലധികം സൈനികരെ കൂടി പശ്ചിമേഷ്യയിലേക്ക് അയക്കാൻ പ്രസിഡന്റ് ട്രംപ് ഉത്തരവിട്ടു. ഇറാനുമായി ചർച്ചകൾ നടക്കുന്നുണ്ട് എന്ന് ട്രംപ് അവകാശപ്പെടുമ്പോഴും നയതന്ത്രപരമായ പുരോഗതിയെക്കുറിച്ചുള്ള US വാദങ്ങളെ ഇറാൻ തള്ളിക്കളയുകയാണ്. ഇടനിലക്കാർ വഴി സന്ദേശങ്ങൾ കൈമാറുന്നുണ്ടെന്നല്ലാതെ നേരിട്ടുള്ള ചർച്ചകൾക്ക് ഇറാൻ തയ്യാറായിട്ടില്ലെന്നാണ് സൂചന. ഇതിനിടെ അമേരിക്കൻ മണ്ണിലേക്കും യുദ്ധം പടരാനുള്ള സാധ്യതയെക്കുറിച്ചുള്ള ഭീതിജനകമായിട്ടുള്ള മുന്നറിയിപ്പുകൾ പുറത്തുവരുന്നുണ്ട്. കാലിഫോർണിയയിൽ നടന്ന ഡ്രോൺ ആക്രമണ ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ ദിവസങ്ങൾക്കുള്ളിൽ അമേരിക്കയ്ക്കുള്ളിലെ തന്ത്രപ്രധാന കേന്ദ്രങ്ങളെ ലക്ഷ്യം വെക്കാൻ ഇറാന് സാധിക്കുമെന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നു. യുദ്ധം പുതിയ തലത്തിലേക്ക് വ്യാപിക്കുന്നത് ആഗോളതലത്തിൽ വലിയ ആശങ്കകളാണ് സൃഷ്ടിക്കുന്നത്. ഇറാനിലെ ഭരണകൂടത്തെ തെരുവ് യുദ്ധത്തിലൂടെ അട്ടിമറിക്കാനുള്ള ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഉയർത്തിയ നീക്കത്തെ കടുത്ത ഭാഷയിൽ തള്ളി അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ്. ഇറാനിൽ ജനകീയ വിപ്ലവം അഴിച്ചുവിടാനുള്ള ഇസ്രായേലിന്റെ ഗൂഢപദ്ധതിക്ക് അമേരിക്ക പിന്തുണയില്ല എന്ന് വ്യക്തമാക്കിയ ട്രംപ് സാധാരണക്കാർ അനാവശ്യമായി കൊല്ലപ്പെടാൻ താനും ആഗ്രഹിക്കുന്നില്ല എന്നും മുന്നറിയിപ്പ് നൽകി. ഇതോടെ ദീർഘകാല സുഹൃത്തുക്കളായ ഇരു നേതാക്കളും തമ്മിലുള്ള ബന്ധത്തിൽ അസാധാരണമായ വിള്ളൽ വീണിരിക്കുകയാണ്. ഇറാനിൽ ഒരു ആഭ്യന്തര വിപ്ലവം ഉണ്ടാക്കി ഭരണകൂടത്തെ താഴെ ഇറക്കാൻ ഇസ്രായേൽ ശ്രമിക്കുമ്പോൾ അത് വലിയൊരു കൂട്ടക്കൊലയിൽ കലാശിക്കുമെന്ന് ട്രംപ് ഭയപ്പെടുകയാണ്.
സമാധാന കരാർ പരാജയപ്പെട്ടാൽ മാത്രം നേരിട്ടുള്ള സൈനിക അധിനിവേശം എന്ന നിലപാടിലാണ് ട്രംപ്. ചൊവ്വാഴ്ച ഇറാൻ സുരക്ഷാ തലവൻ അലി ലാറിജാനി ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതിന് പിന്നാലെയാണ് നെതന്യാഹുവും ട്രംപും തമ്മിൽ ഫോണിൽ സംസാരിച്ചത്. ഇറാൻ ഭരണകൂടം ഇപ്പോൾ തകർന്നിരിക്കുകയാണെന്നും ജനങ്ങളെ തെരുവിലിറക്കി വിപ്ലവം നടത്താൻ പറ്റിയ സമയമാണിതെന്നുമായിരുന്നു നെതന്യാഹുവിന്റെ വാദം. എന്നാൽ ജനങ്ങളെ വെറുതെ വെടിയുണ്ടകൾക്ക് മുന്നിലേക്ക് തള്ളിവിടാൻ തങ്ങൾക്ക് എന്താണ് ഭ്രാന്തുണ്ടോ എന്നായിരുന്നു ട്രംപിന്റെ മറുചോദ്യം. മുൻപ് നടന്ന പ്രതിഷേധങ്ങളിൽ ആയിരക്കണക്കിന് ഇറാനികൾ കൊല്ലപ്പെട്ട സംഭവം ഓർത്തതായിരുന്നു ട്രംപിന്റെ ഈ പ്രതികരണം. ട്രംപിന്റെ എതിർപ്പ് മറികടന്ന് ഇറാൻ ജനതയോട് തെരുവിലിറങ്ങാൻ നെതന്യാഹു ടെലിവിഷനിലൂടെ ആഹ്വാനം ചെയ്തത് വൈറ്റ് ഹൌസിനെ ചൊടിപ്പിച്ചിട്ടുണ്ട്. ട്രംപ് ഒരു സമാധാന കരാറിനായി ശ്രമിക്കുമ്പോൾ ഇറാന്റെ ആയുധ നിർമ്മാണ കേന്ദ്രങ്ങൾ 48 മണിക്കൂറിനുള്ളിൽ തകർക്കാൻ നെതന്യാഹു സൈന്യത്തിന് അന്ത്യശാസനം നൽകിയിരിക്കുകയാണ്. ടെൽ അവീവിലെ ഭൂഗർഭ ബങ്കറിൽ നടന്ന യോഗത്തിൽ അമേരിക്കയുടെ സമാധാന നീക്കങ്ങൾ ഇസ്രയേലിന് തിരിച്ചടിയാകുമെന്ന ആശങ്കയും ഉയർന്നു. ഇറാന്റെ മിസൈൽ ശേഖരം നശിപ്പിക്കുക, ആണവായുധ ശേഷി ഇല്ലാതാക്കുക, നിലവിലെ ഭരണകൂടത്തെ താഴെ ഇറക്കുക എന്നീ 3 ലക്ഷ്യങ്ങൾ നേടിയാൽ മാത്രമേ യുദ്ധം അവസാനിപ്പിക്കാനാകൂ എന്നാണ് ഇസ്രയേലിന്റെ നിലപാട്. എന്നാൽ ഭരണമാറ്റം എന്ന ലക്ഷ്യം അമേരിക്കയുടെ ഔദ്യോഗിക പട്ടികയിലില്ല. ഇതിനിടെ ഇറാനുമായുള്ള നയതന്ത്ര ചർച്ചകൾ പരാജയപ്പെട്ടാൽ ഒരു പൂർണ്ണതോതിലുള്ള അധിനിവേശത്തിന് ട്രംപ് തയ്യാറെടുക്കുന്നുണ്ട്. ഇതിന്റെ ഭാഗമായി 2000 പാരാട്രൂപ്പർമാരോടുകൂടി പശ്ചിമേഷ്യയിലേക്ക് നീങ്ങാൻ പെന്റഗൺ ഉത്തരവിട്ട് കഴിഞ്ഞു. അമേരിക്ക മുന്നോട്ട് വെച്ച 15 സമാധാന കരാർ ഇറാൻ തള്ളിക്കളഞ്ഞു. ഗൾഫിലെ അമേരിക്കൻ സൈനിക താവളങ്ങൾ മാറ്റണമെന്നും യുദ്ധനഷ്ടപരിഹാരം നൽകണമെന്നുമാണ് ഇറാന്റെ ആവശ്യം. കൂടാതെ ഹോർമോസ് കടലിടുക്കിന്റെ നിയന്ത്രണം വേണമെന്ന ഇറാന്റെ വാശി സൗദി അറേബ്യയെയും പ്രകോപിപ്പിച്ചിട്ടുണ്ട്. ട്രംപ് ഒരു വശത്ത് ചർച്ചയ്ക്ക് കൈ നീട്ടുമ്പോൾ മറുവശത്ത് ശക്തമായ സൈനിക നീക്കത്തിനും കോപ്പുകൂട്ടുന്നുണ്ട്. വരും ദിവസങ്ങളിൽ ഇസ്രയേലിന്റെ ഏകപക്ഷീയമായ ആക്രമണങ്ങൾ ഉണ്ടായാൽ അത് അമേരിക്കയുമായുള്ള ബന്ധത്തെ കൂടുതൽ വഷളാക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നത്. അമേരിക്കൻ സമാധാന കരാറിനെതിരെ ഇറാൻ മുന്നോട്ട് വെച്ച നിബന്ധനകൾ വെറും തള്ളിക്കളയൽ മാത്രമല്ല, മറിച്ച് മേഖലയിലെ ശക്തി പ്രകടനത്തിലൂടെ ഉള്ളതിളം നീക്കം കൂടിയാണ്. ഹോർമോസ് കടലിടുക്കിന്റെ പൂർണ്ണ നിയന്ത്രണം വേണമെന്ന ഇറാന്റെ ആവശ്യം ആഗോള എണ്ണ വിപണിയെ നേരിട്ട് ബാധിക്കുന്ന ഒന്നാണ്. ലോകത്തിലെ എണ്ണ വ്യാപാരത്തിന്റെ 1/5 നടക്കുന്നത് ഈ പാതയിലൂടെയാണ്. ഈ ആവശ്യത്തെ സൗദി അറേബ്യയും UAEയും കടുത്ത ഭാഷയിൽ എതിർത്തു കഴിഞ്ഞു. സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ ഇറാന്റെ ഊർജ്ജ കേന്ദ്രങ്ങൾ ആക്രമിച്ച് കീഴടക്കാൻ ട്രംപിനോട് ആവശ്യപ്പെട്ടതായും റിപ്പോർട്ടുകൾ ഉണ്ട്.